Dear students, in the last class we have discussed about resonance and then aromaticity. Here I am going to discuss about resonance effect or mesomeric effect. First of all, understand that it is the properties of the functional group. In organic compound you are very much familiar with a number of functional groups. That functional group behaves differently. For example, here there is an NH2 group. NH2 group is a functional group. This group, keep in mind that have a lone base. This lone base is in conjugation with this double bond because lone pair, single, double bond. So I want to remind you that you should be thorough with the resonance. So only after going through this session on resonance, you have to go this session, right? Here, nitrogen have a lone base. That lone pair is in conjugation with this double bond. Definitely, resonance is possible. What will happen? Look at here. This lone pair jump from here to here. So this will becomes a double bond. And since NH2 loses the electron, it will get a plus charge. ഈ ഡബിൾ ബോണ്ടും അടുത്തടുത്താണ് വരിക. അത് പറ്റില്ല. അന്നേരം ഈ ഡബിൾ ബോണ്ട് ഈ കാർബണിൻ്റെ മേലത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ ദ സ്ട്രക്ചർ വിൽ ബി ചേഞ്ചസ് ടു ജസ്റ്റ് ലൈക്ക് ദിസ് വേ. ഈ 2 ഇലക്ട്രോൺസിൻ്റെ മേലെ ചാടുമ്പോൾ ദ വിൽ ബി 2 ഇലക്ട്രോൺസ്. ഇതിൽ ഈ 2 ഇലക്ട്രോൺസിൽ ഒന്ന് മറ്റാരുടേതായതുകൊണ്ട് അതിൻ്റെ മേലൊരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ദിസ് ലോൺ പെയർ ഈസ് ഇൻ കോൺജുഗേഷൻ വിത്ത് ദിസ് ഡബിൾ ബോണ്ട്. സോ this lone pair jumps to here. ഇവിടത്തേക്ക് ജമ്പ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ ഇത് ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഇവിടെ NH2 പ്ലസ് ഓൾറെഡി ഉള്ള സാധനമാണ്. ദെൻ ഇവിടെ ഇപ്പം ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. ഇവിടെ ഓൾറെഡി ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇതിങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡബിൾ ബോണ്ടായി. അപ്പോൾ 2 ഡബിൾ ബോണ്ട് അടുത്തടുത്ത് പറ്റൂല, ഇവിടെയും പറ്റൂല. അന്നേരം ഇത് ഇങ്ങോട്ടേക്ക് ചാടിക്കഴിഞ്ഞാൽ ഈ കാർബണിൻ്റെ മേലെ 2 ഇലക്ട്രോൺസും നെഗറ്റീവ് ചാർജായിട്ട് മാറും. നെക്സ്റ്റ് ടൈമിൽ this lone pair is in conjugation with this double bonds. This jumps to here. Definitely the double bond ആയിട്ട് മാറും. അങ്ങനെയാകുമ്പോൾ നമ്മൾ വരക്കുമ്പോൾ NH2 പ്ലസ് നേരത്തെ വരച്ച സംഭവം തന്നെയാണ് ഡബിൾ ബോണ്ട്. അപ്പോൾ ഇതിങ്ങോട്ട് ചാടിയാൽ ഇത് ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. ഇത് ഡബിൾ ബോണ്ട് ആയിട്ട് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ ഡബിൾ ബോണ്ട് ഈ കാർബണിൻ്റെ മേലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 2 ഇലക്ട്രോൺസ് ആൻഡ് നെഗറ്റീവ് ചാർജ്. ഇങ്ങനെ കിട്ടും. നെക്സ്റ്റിൽ ദിസ് 2 ഇലക്ട്രോൺസ് ജംപ്സ് ടു ഹിയർ. ദെൻ സ്വാഭാവികമായിട്ടും ഇവിടെ ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. അന്നേരം ഇതിങ്ങോട്ട് ജമ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മോളിക്യൂളിൻ്റെ സ്ട്രക്ചറാണ്. NH2 തന്നെ തിരിച്ചു വരും. ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് മാറിയുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാവും, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടാവും, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാവും. ഇതിലേക്ക് തിരിച്ചു വരും. സിമിലർലി ലുക്ക് അറ്റ് ആൻദർ മോളിക്യൂൾസ്. നമുക്ക് വേറെ ഗ്രൂപ്പിനെ പറ്റി മനസ്സിലാക്കാം. നമ്മൾ NH2 ഗ്രൂപ്പ് ബെൻസീൻ റിങ്ങുമായിട്ട് കോൺജുഗേഷനിൽ പങ്കെടുക്കുമ്പോൾ എങ്ങനെയാണ് റെസനൻസിൽ അല്ലെങ്കിൽ റെസനൻസ് എഫക്റ്റിൽ എങ്ങനെയാണ് പങ്കെടുക്കുന്ന കാര്യം നമ്മൾ വരച്ചിട്ടുള്ളത്. ഇനി നമ്മൾ CHO ഗ്രൂപ്പാണ്. CHO ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ആ ഗ്രൂപ്പിൻ്റെ മേലെ ഓൾറെഡി ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ഈ ഡബിൾ ബോണ്ടും സിംഗിള് ഡബിൾ ഇവർ തമ്മിൽ കോൺജുഗേഷനിലാണ്. സ്വാഭാവികമായിട്ടും അവിടെ റെസനൻസ് പോസിബിളാണ്. അപ്പം എങ്ങനെ റെസനൻസ് വെച്ചാൽ ഇത് വരച്ചതുപോലെയല്ല, വ്യത്യാസമുണ്ട്. വാട്ട്സ് ദി ഡിഫറൻസ് ഈസ് ദാറ്റ് ദിസ് ഗോസ് ടു ഹിയർ. ഇങ്ങോട്ട് ജമ്പ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ ദിസ് ഗോസ് ടു ഹിയർ. ഇങ്ങോട്ട് ജമ്പ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇത് സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അത് വരഞ്ഞു പോയതാണ്. പക്ഷേ ഇവിടെ ഒരു 2 ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഇവിടെ H അവിടെ തന്നെ ഉണ്ട്. ഇതിങ്ങോട്ട് ജമ്പ് ചെയ്യുമ്പോൾ ഇത് പ്ലസ് ആവും. ഓൾറെഡി നേരത്തുള്ള ഇതുമായിട്ട് മാറി. നമുക്ക് ഇവിടുത്തെ ഈ 2 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ജമ്പ് ചെയ്യുമ്പോൾ ഈ കാർബൺ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആവും. ഫലമായിട്ട് ഒരു പ്ലസ് ചാർജ് ഉണ്ടാവും. നെക്സ്റ്റ് ടൈമിൽ ദാറ്റ് ഈസ് ദിസ് ജംപ്സ് ടു ഹിയർ. കാരണം ഈ പ്ലസും ഡബിളും തമ്മിൽ കോൺജുഗേഷനില്ല. പ്ലസും ഡബിളും തമ്മിൽ കോൺജുഗേഷനിലാണുള്ളത്. ഇവർ തമ്മിൽ ഇവിടുത്തെ ഒരിക്കലും പ്ലസ്സിന് ചാടാൻ പറ്റില്ല, ഇലക്ട്രോൺ മാത്രം ചാടാം. ഇതിങ്ങോട്ട് ജമ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഒരൊറ്റ ആരോ മാത്രം വരച്ചാൽ മതി അടുത്ത ഈ സ്റ്റേജിൽ. സോ യു വിൽ ഗെറ്റ് ഇതിവിടെ നെഗറ്റീവ് ചാർജ് H. ഡബിൾ ബോണ്ട് ഈസ് ദ ഇറ്റ് ഈസ് ഡബിൾ ബോണ്ട് പ്ലസ് ചാർജ്. ഈ പ്ലസും ഡബിളും തമ്മിൽ കോൺജുഗേഷനിലാണ്. ദാറ്റ് ഈസ് ജിസ് ജംപ്സ് ടു ഹിയർ. ഇങ്ങോട്ട് ജമ്പ് ചെയ്യും. തൽഫലമായിട്ട് സിംഗിൾ ബോണ്ട്, ഇവിടെ മൈനസ് ചാർജ് H, ഇത് ഡബിൾ ബോണ്ട്,
ഇവിടെ പ്ലസ് ചാർജ് വരും. ഇനി ലാസ്റ്റിൽ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാവും. ലാസ്റ്റിൽ ദിസ് ഡബിൾ ബോണ്ട്സ് ജംപ്സ് ടു ഹിയർ, ദെൻ ഇത് ഇങ്ങോട്ട് ജമ്പ് ചെയ്യും. തൽഫലമായിട്ട് ഡബിൾ ബോണ്ടോ ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഇങ്ങനെയായിട്ട് മാറും. നോക്ക് നിങ്ങൾ, ഈ ഗ്രൂപ്പും ഇവിടെ NH2 ഗ്രൂപ്പും റെസൊണൻസ് പങ്കെടുത്തിട്ടുണ്ട്, CHO ഗ്രൂപ്പ് റെസൊണൻസ് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ രണ്ട് ഗ്രൂപ്പുകളും ഒരുപോലെയല്ല റെസൊണൻസിൽ പങ്കെടുത്തിട്ടുള്ളത്. NH2 ഗ്രൂപ്പിൻ്റെ കേസിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഇലക്ട്രോൺ, ഐ മീൻസ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ബെൻസീൻ റിംഗിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദി ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഈസ് എവേ ഫ്രം NH2 ഗ്രൂപ്പ്. ബട്ട് ഹിയർ യു കൻ ഫൈൻഡ് ദാറ്റ് ദി ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഫ്രം ദി ബെൻസീൻ ഗ്രൂപ്പ് ടു ദി ഫ്രം ദി ബെൻസീൻ ടു ദി ഗ്രൂപ്പ് ആണ്, ഫ്രം ദി ബെൻസീൻ ടു ദി ഗ്രൂപ്പ്. ഇൻ അതർ വേർഡ്സ്, ഡ്യൂ ടു ദിസ് റെസൊണൻസ് NH2 group get positive charges. You can find that positive. Due to this effect here, the CHO group will get negative charges. Therefore, ബെൻസീനുമായിട്ട് കോൺജുഗേഷനിലുള്ള ഗ്രൂപ്പുകൾ ഈ റെസൊണൻസിൽ പങ്കെടുക്കുന്ന രണ്ട് തരത്തിലായിരിക്കും. ചിലപ്പോൾ ഗ്രൂപ്പുകൾ ഇലക്ട്രോൺസിനെ ബെൻസീന് കൊടുക്കും, ചിലപ്പോൾ ബെൻസീനിൽ നിന്ന് ഗ്രൂപ്പുകൾ ഇലക്ട്രോൺ പെയർസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ക്ലൗഡിനെ വലിച്ചെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് അപ്പോൾ ഈ ഒരു ഫിനോമിനൊക്കെ പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് വാട്ട്, റെസൊണൻസ് എന്നാ പറയാം, അല്ലെങ്കിൽ റെസൊണൻസ് എഫക്റ്റ് എന്നാ പറയാം. ഇവിടെ NH2 ഗ്രൂപ്പ് റെസൊണൻസ് എഫക്റ്റ് ഉണ്ട്, CHO ഗ്രൂപ്പ് റെസൊണൻസ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പെർമനന്റ് എഫക്റ്റ് ഡ്യൂ ടു ഡീലോക്കലൈസേഷൻ ഓഫ് ഒന്നുകിൽ പൈ ഇലക്ട്രോൺ, CHO ഗ്രൂപ്പിൻ്റെ കേസ് ആണെങ്കിൽ പൈ ഇലക്ട്രോൺസ് ആണ്, ഓർ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്, NH2 ഗ്രൂപ്പിൻ്റെ കേസ് ആണെങ്കിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓഫ് എ ഗ്രൂപ്പ് വിച്ച് ഈസ് ഇൻ കോൺജുഗേഷൻ വിത്ത് അനദർ ഡബിൾ ബോണ്ട് സിസ്റ്റം ഓർ ബെൻസിൻ സിസ്റ്റം. ഇനി നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടി ഒരു ചെറിയൊരു മോളിക്യൂളിൻ്റെ കേസിൽ വരക്കുകയാണെങ്കിൽ ഹിയർ യു ക്യാൻ ഡ്രോ ദാറ്റ് ഈസ് ദിസ് ജംപ്സ് ടു ഹിയർ. തൽഫലമായിട്ട് കാരണം ഈ ലോൺ പെയറും ഡബിൾ തമ്മിൽ കോൺജുഗേഷൻ, ഇത് ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. അപ്പോൾ ഇതിങ്ങോട്ട് ജമ്പ് ചെയ്യണം. തൽഫലമായിട്ട് വിൽ ഗെറ്റ് എ സ്ട്രക്ചർ CH2, 2 electrons, negative charge, then CH, double bond, NH2 പ്ലസ് കിട്ടും. ഇനി ഈ കേസിലാണെങ്കിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ NO2 ഗ്രൂപ്പ് ആണുള്ളത്. അങ്ങനെയാകുമ്പോൾ റെസൊണൻസിലെ മാറ്റമുണ്ട്. ദിസ് ജംപ്സ് ടു ഹിയർ, ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ ദിസ് ജംപ്സ് ടു ഹിയർ, അപ്പോൾ യു വിൽ ഗെറ്റ് CH2 സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, NO മൈനസ് ഇങ്ങനെയും കിട്ടും, O മൈനസ് O ഇങ്ങനെയും കിട്ടും. അങ്ങനെയാകുമ്പോൾ NH2 ഗ്രൂപ്പിന് ഈ റെസൊണൻസ് എഫക്റ്റിൽ പങ്കെടുത്തപ്പം പ്ലസ് ചാർജ്, NO2 ഗ്രൂപ്പിന് മൈനസ് ചാർജ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാം, ഇഫ് ദി ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഈസ് എവേ ഫ്രം ദി ഗ്രൂപ്പ്, ഗ്രൂപ്പിൽ നിന്നും പുറത്തേക്കാണെങ്കിൽ then such type of group is known as plus R group or plus M group എന്ന് പറയാം. പ്ലസ് ആർ ഗ്രൂപ്പും പ്ലസ് എം ഗ്രൂപ്പ് മനസ്സിലാക്കാൻ എളുപ്പ വഴിയുണ്ട്. തന്ന ഗ്രൂപ്പിൻ്റെ മേലെ ലോൺ പേസ് ഉള്ളതെങ്കിൽ അത്തരം ഗ്രൂപ്പുകളൊക്കെ പ്ലസ് ആർ ഗ്രൂപ്പ് ആയിരിക്കും. ഇതിൻ്റെ ഒക്കെ മേലെ ലോൺ പേസ് ഉണ്ട്. ദാറ്റ് ഈസ് OH, NH2, OCH3, NHR, NR2, NHCO, X, SH, SR ഒക്കെ പ്ലസ് ആർ എഫക്റ്റ് കാണിക്കുന്നു. If the electron displacement is towards the group, then it is known as minus R or minus M group. For example, NO2 group, CHO group, CO group, COH group, CN group, CONH2, COOR, COCl. അപ്പോൾ ഈ ഗ്രൂപ്പുകളൊക്കെ മൈനസ് ആർ ഗ്രൂപ്പാണെന്ന് മനസ്സിലാക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഈ തന്ന ഗ്രൂപ്പില്ലാത്തുള്ള മൾട്ടിപ്പിൾ ബോണ്ട്സ് ഉണ്ടാവും. NO2 ഗ്രൂപ്പിൽ ഡബിൾ ബോണ്ട്, ഇതിലൊക്കെ ഡബിൾ ബോണ്ട് ഉണ്ട്. സയനൈഡിൻ്റെ കേസിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള ഗ്രൂപ്പാണെങ്കിൽ അത് മൈനസ് ആർ ഓർ മൈനസ് എം ഗ്രൂപ്പ് ആയിരിക്കും. ഇത് മനസ്സിലാക്കാൻ എളുപ്പ വഴിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സംശയം ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ CH3 ഗ്രൂപ്പ് പ്ലസ് ആർ ഗ്രൂപ്പ് ആയിരിക്കും മൈനസ് ഐ ഗ്രൂപ്പ് ആയിരിക്കും? പലപ്പോഴുള്ള സംശയമാണ്. CH3 ഗ്രൂപ്പ് പ്ലസ് ആറുമല്ല മൈനസ് ആറുമല്ല. കാരണം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഗ്രൂപ്പിന് റെസൊണൻസ് എഫക്റ്റ് പങ്കെടുക്കണമെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ മേലെ ലോൺ പെയർസ് വേണം, അല്ലെങ്കിൽ ഡബിൾ ബോണ്ട്സ് വേണം. ഈ ലോൺ പെയറും ഇല്ല, ഡബിൾ ബോണ്ടും ഇല്ല. അതുകൊണ്ട് അത് റെസൊണൻസ് എഫക്റ്റ് പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് പ്ലസ് ആറോ അല്ല മൈനസ് ആറോ അല്ല. NH3 പ്ലസ് ഗ്രൂപ്പ് ആണെങ്കിൽ NH2 ഗ്രൂപ്പ് നിങ്ങൾക്കറിയാം അതൊരു പ്ലസ് ആർ ഗ്രൂപ്പാണ്, കാരണം അതിന് ലോൺ പേസ് ഉണ്ട്. പക്ഷേ NH3 പ്ലസ് ആയിട്ട് മാറുമ്പം അവിടെ ഒരു H+ ആയിട്ട് കമ്പൈൻ ചെയ്യണം അല്ലേ, NH3 പ്ലസ്. ഈ ലോൺ പെയർ ഈ H+ ആയിട്ട് ബോണ്ട് ഫോർമേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞു.
അങ്ങനെയാകുമ്പോൾ ഈ ലോൺ പെയറിന് പിന്നെ ബെൻസീൻ റിംഗിലേക്ക് ചാടാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഗ്രൂപ്പിനും സ്വാഭാവികമായിട്ടും +R അല്ലെങ്കിൽ -R എഫക്റ്റോ NH3+ ഇല്ല. ഇനി വേറെ കാര്യങ്ങൾ ഓർത്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ all the functional group have -I effect. എന്ന് വെച്ചാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് മീൻസ് ഓർഗാനിക് കെമിസ്ട്രി എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പും ഹാലജനോ CO എല്ലാത്തിനൊക്കെ അതിൻ്റെ -I എഫക്റ്റ് ആയിരിക്കും. അതായത് ഇൻഡക്റ്റീവിൽ -I എഫക്റ്റ് ആയിരിക്കും. അതേസമയം +I എഫക്റ്റുള്ള ഗ്രൂപ്പുകൾക്ക് എക്സാമ്പിൾ ആൽക്കൈൽ ഗ്രൂപ്പ് മീത്തൈൽ, ഈത്തൈൽ, പ്രൊപ്പൈലൊക്കെ +I ഗ്രൂപ്പാണ്. പക്ഷേ ഇൻഡക്റ്റീവിൽ -I എഫക്റ്റ് ആയിരിക്കും എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പിനും. പക്ഷേ they have +R or -R effect. അതായത് റെസണൻസിൻ്റെ അകത്ത് +R or -R ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞെങ്കിൽ മനസ്സിലാവും. അതായത് ഈ മോളിക്യൂളിൻ്റെ കേസിൽ കാർബൺ നൈട്രജൻ നമ്മൾ ഇലക്ട്രോണെഗറ്റിവിറ്റി ഡിഫറൻസിൽ നൈട്രജനാണ് ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുതൽ. അതുകൊണ്ട് ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് നൈട്രജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. തൽഫലമായിട്ട് ഇതിന് എനിക്ക് പറയാം NH2 ഗ്രൂപ്പിനൊരു -I എഫക്റ്റ് ഉണ്ട്. പക്ഷേ ഈ ലോൺ പെയർ ഇങ്ങോട്ടേക്കാണ് ചാടുന്നത്. അതായത് ലോൺ പെയർ ഇങ്ങോട്ട് ചാടുക മീൻസ് റെസണൻസ് എഫക്റ്റിൽ ഇങ്ങോട്ട് ചാടുമ്പോൾ ഇയാൾക്ക് +R എഫക്റ്റുമാണ്. ഇൻഡക്റ്റീവിൽ -I ആണ്, റെസണൻസിൽ +R ആണ്. ഇനി ഈ കേസിലാണെങ്കിൽ എഗെയിൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പിനും -I എഫക്റ്റാണ്. അതായത് ഇയാൾക്ക് -I എഫക്റ്റ് ഉണ്ട്. ഇനി അതേസമയം റെസണൻസ് പങ്കെടുക്കുമ്പോൾ ഇതിങ്ങോട്ട് ചാടി ഇതിങ്ങോട്ട് ചാടുന്നു. റെസണൻസ് പങ്കെടുക്കുന്നതിൻ്റെ ഫലമായിട്ടും NO2 ഗ്രൂപ്പിന് -R ആണ്. അപ്പോൾ ഇയാൾക്ക് -R ഉണ്ട് -I ഉണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഓർഗാനിക് കോമ്പൗണ്ടിലെ എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പുകൾക്കും -I എഫക്റ്റ് ആണുള്ളത്. പക്ഷേ റെസണൻസ് എഫക്റ്റിൽ ഒന്നുകിൽ +R ആകാം അല്ലെങ്കിൽ -R ആകാം. ഇനി ഒരു ഗ്രൂപ്പിൽ യൂഷ്വലി റെസണൻസ് എഫക്റ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. ഇപ്പോൾ ഉദാഹരണം NH2 ഗ്രൂപ്പിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതിന് റെസണൻസിൽ +R എഫക്റ്റാണ്, ലോൺ പെയറിലോ ഉണ്ട്. ഇൻഡക്റ്റീവിൽ -I എഫക്റ്റാണ്. പക്ഷേ അതിൻ്റെ റെസണൻസ് എഫക്റ്റ് ആണ് സ്ട്രോങ്ങർ -I എഫക്റ്റിനേക്കാൾ, അല്ലെങ്കിൽ +R എഫക്റ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ -I എഫക്റ്റ്. ഇപ്പോൾ +R എഫക്റ്റ് -I എഫക്റ്റിനേക്കാൾ സ്ട്രോങ്ങർ ആണെങ്കിൽ അതായത് പ്ലസ് മീൻസ് ഇലക്ട്രോൺസ് ഡൊണേറ്റിംഗ് ആണ്. അപ്പോൾ എനിക്ക് പറയാം ഈ ഗ്രൂപ്പ് നെറ്റ് എഫക്റ്റിൽ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആയിരിക്കും. NO2 ഗ്രൂപ്പിൻ്റെ കേസാണെങ്കിൽ -R എഫക്റ്റുമാണ് -I എഫക്റ്റുമാണ്, രണ്ടും ഇലക്ട്രോൺ വിത്ഡ്രോയിങ് എഫക്റ്റാണ്. ദോർഫോർ ഇറ്റ് ഈസ് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പാണ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഹാലജൻസിൻ്റെ കേസിന് ഇൻഡക്റ്റീവിൽ -I എഫക്റ്റാണ്, റെസണൻസിൽ +R എഫക്റ്റാണ്. പക്ഷേ ആ കേസിൽ മാത്രം ഇൻഡക്റ്റീവ് എഫക്റ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ റെസണൻസ് എഫക്റ്റാണ്. തൽഫലമായിട്ട് എനിക്ക് പറയാം ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് സ്ട്രോങ്ങർ. ഇൻഡക്റ്റീവിൽ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ആണ്. ദോർഫോർ ഇറ്റ് ഈസ് എ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്. മനസ്സിലാക്കി വെക്കുക, റെസണൻസ് എഫക്റ്റും ഉണ്ടാവും, ഇൻഡക്റ്റീവ് എഫക്റ്റും ഉണ്ടാവും. റെസണൻസ് എഫക്റ്റിനാണ് പവർ കൂടുതൽ ഇൻഡക്റ്റീവിനേക്കാൾ എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ കേസിലും എക്സെപ്റ്റ് ഹാലജൻ. ആ കേസിൽ മാത്രം ഇൻഡക്റ്റീവ് എഫക്റ്റിനാണ് ഇമ്പോർട്ടൻസ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് നോക്കണം, റെസണൻറ്റ് എഫക്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് അറ്റ് ഓർത്തോ പൊസിഷൻ ആൻഡ് പാരാ പൊസിഷൻസ് ആണ്. ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ഓഫ് റെസണൻസ് എഫക്റ്റ് ആണ് പറയുന്നത്. ബേസിസിറ്റി ഓഫ് അമീൻസ് ആണ്. ആദ്യൊരു കാര്യം മനസ്സിലാക്കുക, അമീൻസ് ആർ ബേസിക് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലോൺ പെയർസ്. എനി ഫാക്ടർ ദാറ്റ് ഇൻക്രീസസ് ദി ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻക്രീസ് ദ ബേസിറ്റി ഓൾസോ. നിങ്ങൾക്കറിയാം അമീൻസ് ബേസിക് ആകാൻ കാരണം, ഉദാഹരണം ഇതിൻ്റെ മേലെ ഒരു ലോൺ പെയർ സഞ്ചരിക്കുക. ഈ ലോൺ പെയർ ഉള്ളത് കൊണ്ടാണ് ഈ ഈവൻ ബേസിക് ആകാൻ കാരണം. ഇവിടെയും ലോൺ പെയർ ഉണ്ട്. ഇനി പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഈ സെഷനിൽ ചെയ്യുള്ളൂ. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസിനും ബാക്കിയുണ്ട് അമീൻസിൻ്റെ ബേസിറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അതൊക്കെ വേറൊരു വീഡിയോയിൽ കുറേ അതിൻ്റെ അപ്ലിക്കേഷൻ ഓഫ് ഈ പിന്നെ ഹൈപ്പർ കോൺജുഗേറ്റ് എഫക്റ്റും കൂടി കഴിഞ്ഞതിന് ശേഷം അപ്ലിക്കേഷൻ ഓഫ് പിന്നെ ഈ ഫോർ ഇലക്ട്രോണിക് എഫക്റ്റ് ചെയ്യുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാം. എന്നാൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണോ കൂടുതൽ ബേസിക്, ഇതാണോ കൂടുതൽ ബേസിക് എന്ന് ചോദിക്കും. ഈ കേസിൽ അങ്ങനെ കാണാൻ പറ്റും, ഇവിടുത്തെ ലോൺ പെയർ ഇവിടെ ഫ്രീ ആണ്. ഇത് ഏത് നിമിഷമാണ് എപ്പം വേണമെങ്കിലും ഒരു H+ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കാം. H+ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റിക്ക് നമ്മൾ പറയുക ബേസിറ്റി എന്ന് പറയുക. അപ്പോൾ ലോൺ പെയർ ഫ്രീ ആണെങ്കിൽ H+ എളുപ്പം വേണം സ്വീകരിക്കാം. പക്ഷെ ഈ കേസിലൊരു കുഴപ്പമുണ്ട്, ഈ ലോൺ പെയർ ഇതിൽ റെസണൻസ് പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ നൈട്രജൻ്റെ മേലത്തെ ലോൺ പെയർ എല്ലായ്പ്പോഴും അവൈലബിൾ അല്ല. അപ്പോൾ H+ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി കുറവാണ്. H+ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി കുറവാണ് മീൻസ് ബേസിറ്റി ഈസ് ലെസ്. ദോർഫോർ ദിസ് ഇസ് ലെസ് ബേസിക് ദാൻ ദിസ് വൺ ആയിരിക്കും. ഇനി നമുക്ക് ഈ മോളിക്യൂളിൻ്റെ കേസ് ആയിക്കോട്ടെ. ഈ മൂന്ന് മോളിക്യൂൾസ് കമ്പയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചാൽ, ഇപ്പം ഇതിൻ്റെ മേലെ ലോൺ പെയർസ് ഉണ്ട്, ഇവിടെയും ലോൺ പെയർസ് ഉണ്ട്, ഇവിടെയും ലോൺ പെയർസ് ഉണ്ട്. മനസ്സിലാക്കുക, ഇവിടെ റെസണൻസ് ഒന്നുമില്ല, ലോൺ പെയർസ് അവിടെ ഫ്രീ ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദിസ് ലോൺ പെയർ ഇസ് ഓൾവേസ് ഫ്രീ
എപ്പോൾ വേണമെങ്കിലും എച്ച് പ്ലസിനെ സ്വീകരിക്കാം. അപ്പോൾ ഇതായിരിക്കും ഏറ്റവും ബേസിക്. ഇനി ഈ കേസിലാകുമ്പോൾ ഈ ലോൺ പേസ് ഇങ്ങോട്ട് ചാടും. അപ്പം അത്രയും ഫ്രീ അല്ല. ഈ കേസിലെ ലോൺ പേസ് തീരെ ഫ്രീ അല്ല. ഇതിന് 2 ഡബിൾ ഡ്യൂട്ടികളിൽ ഒന്നുകിൽ ഇങ്ങോട്ട് ചാടണം അല്ലെങ്കിൽ ഇങ്ങോട്ട് ചാടണം. കാരണം ഈ ലോൺ പെയർ ഇതുമായിട്ടും കോൺജുഗേഷനില്ല, ഇതുമായിട്ടും കോൺജുഗേഷനില്ല. ഇയാൾക്ക് എപ്പോഴും ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും ഇവിടുത്തെ ലോൺ പേസ്. അങ്ങനെയാകുമ്പോൾ എച്ച് പ്ലസിന് സ്വീകരിക്കേണ്ട കപ്പാസിറ്റി വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് പറയാം ദിസ് ഇസ് ഏറ്റവും ബേസിറ്റി കുറവിന്. പിന്നെ ഇതിന് കാരണം ഇയാൾക്ക് ഒരു ബെൻസിനുമായിട്ട് മാത്രമേ ഈ ഇടപാടുള്ളൂ. പിന്നെ ഇതായിരിക്കും ഏറ്റവും ഹൈലി ബേസിക് ഉണ്ടാവുക. ഇനി ഫ്യൂ മോർ എക്സാമ്പിൾസ് നോക്കാം. ദാറ്റ് ഈസ് ഇപ്പം ഈ കേസിലാണെങ്കിൽ NH2NO2 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 നിങ്ങൾ നോക്കേണ്ട കാര്യം ഇതിൻ്റെ ബേസിറ്റിയെ തീരുമാനിക്കുന്ന ഘടകമാണ് NO2 ഗ്രൂപ്പ്. NO2 ഗ്രൂപ്പിന് എഫക്റ്റ് ഉണ്ട്. അതിനുള്ള എഫക്റ്റുകൾ -I എഫക്റ്റ് ഉണ്ട്. അതേപോലെ അതിന് -R എഫക്റ്റും ഉണ്ട്. ഈ കേസിലാണെങ്കിലും -I ഉണ്ട് -R ഉണ്ട്. മെറ്റാപോസിഷനിൽ അതിൻ്റെ കാരണം നിങ്ങൾ വരച്ച റെസണൻസ് സ്ട്രക്ചേഴ്സിൽ ഒരിക്കലും തന്നെ മെറ്റാപോസിഷനിൽ ഇലക്ട്രോൺസ് വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൽക്കാലത്ത് ഇത്ര ഓർത്ത് നോക്കുക, മെറ്റാപോസിഷനിൽ റെസണൻസ് എഫക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഇല്ല. അങ്ങനെയാകുമ്പോൾ ഇവിടെ ഒരു -I എഫക്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയും -I -Rഉം ഇവിടെ -I -R. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനും ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് നൈട്രജൻ്റെ മേളത്തിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ -I എഫക്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ -I ഉണ്ട് -R ഉണ്ട്. ഇവിടെയും -R ഉണ്ട് -I ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻഡക്റ്റീവ് എഫക്റ്റിനെ തീരുമാനിക്കുന്ന ഘടകമാണ് അതിൻ്റെ ഡിസ്റ്റൻസ്. ഇത്രയും ദൂരം മാത്രമേ NO2 ഗ്രൂപ്പ് ഉള്ളൂ. ഇവിടെ ആകുമ്പോൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും ദൂരമുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ -I എഫക്റ്റാണ് കൂടുതൽ. അങ്ങനെയാകുമ്പോൾ -Rൻ്റെ വാല്യൂ ഈ കേസിലും ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ ഇവിടെ -Iയുടെ വാല്യൂ കുറച്ച് കൂടുതലാണ് ഇതിനേക്കാൾ. ഇവിടെ -I മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം ഇതിനായിരിക്കും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇലക്ട്രോൺ വിത്ഡ്രോയിങ് എഫക്റ്റ് ഉണ്ടാവുക. ദഫോ ഇതായിരിക്കും ഏറ്റവും ലീസ്റ്റ് ബേസിക്. കാരണം ഇലക്ട്രോൺ നന്നായിട്ട് പിടിച്ച് വലിക്കും. പിന്നെ ഇതായിരിക്കും കാരണം ദാറ്റ് ഇസ് ഇപ്പം നമ്മൾ 1, 2, 3 പറയുകയാണെങ്കിൽ ഏറ്റവും ലീസ്റ്റ് ബേസിക് 3. പിന്നെ 2 ആയിരിക്കും കാരണം -Iയും -Rഉം ഉണ്ട്. പിന്നെ അടുത്തത് ഇതായിരിക്കും കാരണം ദാറ്റ് ഇസ് ആ കേസിലാണെങ്കിൽ ദാറ്റ് ഇസ് എന്ത് മാത്രമേ ഉള്ളൂ -I മാത്രമേ ഉള്ളൂ. ഇനി ഈ കേസിലാണെങ്കിൽ നോക്കാം, ഇതിലാരാണ് ഏറ്റവും ബേസിക് എന്ന് വെച്ചാൽ ഇവിടെ ലോൺ പെയർ ഉണ്ട്, ഇവിടെയും ലോൺ പെയർ ഉണ്ട്, ഇവിടെയും ലോൺ പെയർ ഉണ്ട്, ഇവിടെയും ലോൺ പെയർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലോൺ പെയർ അവിടെ ഫ്രീ ആണ്, എപ്പോഴും ഫ്രീ ആണ്. ഇവിടുത്തെ ലോൺ പെയർ പക്ഷേ കുറച്ച് പണിയുണ്ട്. അതായത് ഇതുമായിട്ട് റെസണൻസ് അല്ല. ഇവിടുത്തെ ലോൺ പെയർ ഇങ്ങോട്ട് ചാടും, പിന്നെ ഇങ്ങോട്ട് ചാടണം, ഇത് ഇങ്ങോട്ട് ചാടണം. ഇങ്ങനെ ചാടി 2 ഡബിൾ ബോണ്ട് ഒരു കോൺജുഗേഷനില്ല. ഈ ലോൺ പെയർ 3 ഡബിൾ ബോണ്ട് ഒരു കോൺജുഗേഷനില്ല. അപ്പോൾ ഏറ്റവും ഫ്രീ ആയിട്ടുള്ള ലോൺ പെയർസ് ഈ കേസിലുണ്ടാവും. ദെർഫോർ ദിസ് ഇസ് ദി മോസ്റ്റ് ബേസിക്. പിന്നെ ഇത് കാരണം ഒരു ഡബിൾ ബോണ്ടുമായിട്ടേ കോൺജുഗേഷനിലുള്ളൂ. ഇവിടെ 2 ഡബിൾ ബോണ്ടുമായിട്ടുണ്ട്. ദെർഫോർ ദി ബേസിറ്റി ഈസ് ദിസ് ഓർഡർ. Now we can look at that is this molecule NH2 ഈ കേസിലാണെങ്കിൽ ഇതിൻ്റെ മേലെ ലോൺ പേയേഴ്സ് ഉണ്ട്, ഇത് ഇങ്ങോട്ടേക്ക് ചാടും, അപ്പോൾ റെസണൻസ് പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ ലോൺ പേയേഴ്സ് ഉണ്ട്, അവിടെ ഫ്രീ ആണ്. ഇവിടുത്തെ ലോൺ പേയേഴ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അരോമാറ്റിസിറ്റി പങ്കെടുക്കുന്നുണ്ട്. ഇവിടുത്തെ ലോൺ പേയേഴ്സ് അരോമാറ്റിസിറ്റി പങ്കെടുക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി അരോമാറ്റിസിറ്റി ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ലോൺ പെയറും ഇവിടുത്തെ ലോൺ പെയറും ഫ്രീ ആണ്. അപ്പോൾ ആരായിരിക്കും കൂടുതൽ ഫ്രീ എന്നുള്ള കാര്യം ഇവിടുത്തെ ലോൺ പെയറും ഇവിടുത്തെ ലോൺ പെയറും ഫ്രീ ആണ്. ഇതിൽ കൂടുതൽ ലോൺ പെയേഴ്സിന് H+ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക ഇയാൾക്കാണ്. കാരണം ഇതൊരു sp3 നൈട്രജൻ ആണ്, ഇത് sp2 നൈട്രജനാണ്. അപ്പോൾ ഇയാൾക്കായിരിക്കും കൂടുതൽ എളുപ്പത്തിൽ ലോൺ പെയേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇതിന് ഉള്ളത് ദാറ്റ് ഈസ് ഗോസ് ടു 1, 2, 3, 4 ആണെങ്കിൽ ഏറ്റവും ബേസിക് 2, പിന്നെ 4, പിന്നെ ഇതുണ്ട്. ഇവിടുത്തെ ലോൺ പേയേഴ്സ് ഈ മോളിക്കൂളിൻ്റെ അരോമാറ്റിസിറ്റി ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. പക്ഷേ ഈ ലോൺ പേയേഴ്സ് ഇസ് വെരി എസെൻഷ്യൽ. ഇതിൻ്റെ ഈ മോളിക്കൂളിൻ്റെ അരോമാറ്റിസിറ്റി ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ ലോൺ പെയറാണ്. അങ്ങനെയാകുമ്പോൾ ഇതിനകത്ത് എളുപ്പത്തിൽ H+ആയിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റൂല. അപ്പം ഇത് കഴിഞ്ഞാൽ മാത്രമേ 1 കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ 3 ഉണ്ടാവുള്ളൂ. ഇനി ഈ കേസിലാണെങ്കിൽ NH2 NO2 ഇങ്ങനെയുള്ളത്. ഇതിൽ വിച്ച് ഈസ് മോസ്റ്റ് ബേസിക് എന്നാണ് ചോദ്യം ഉള്ളത്. ഇത് തന്നെയായിരിക്കും ഏറ്റവും ബേസിക്. കാരണം ഇവിടുത്തെ ലോൺ പെയർ ഈ ഡബിൾ ബോണ്ടായിട്ട് കോൺജുഗേഷനല്ല. കാരണം ലോണ് സിംഗിള് ഡബിളാണ്. അപ്പോൾ ഈ ലോൺ പെയർ അവിടെ ഫ്രീ ആണ്. ദഫോ ഇറ്റ് ഈസ് മോസ്റ്റ് ബേസിക്.
ഏറ്റവും ലീസ്റ്റ് ബേസിക് ഇതായിരിക്കും. കാരണം പാരാ പോർഷനിൽ -R എഫക്റ്റും ഉണ്ട് -I എഫക്റ്റും ഉണ്ട്. ഇവിടെ ഒരു -I എഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ശരിക്കും അതിൻ്റെ ഓർഡർ പറയുമ്പോൾ ഏറ്റവും പവർഫുൾ 4 ഹയർ ദാൻ, പിന്നത്തത് ഇത് 1 ഹയർ ദാൻ, പിന്നെ 3 ഹയർ ദാൻ 2 ആയിരിക്കും അതിൻ്റെ ബേസിറ്റിയുടെ ഓർഡർ. അതേപോലെ തന്നെ നമുക്ക് ഫിനോളിൻ്റെ ആസിഡിറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫിനോളിൻ്റെ ആസിഡിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എത്രമാത്രം എളുപ്പത്തിൽ H+നെ അമീൻസിൻ്റെ കേസിൽ ലോൺ പെയറിൻ്റെ അവൈലബിലിറ്റിയാണ് അതിൻ്റെ ബേസിറ്റി തീരുമാനിക്കുന്നതെങ്കിലും ഫിനോൾസിൻ്റെ കേസിൽ അതിൻ്റെ ആസിഡിറ്റി തീരുമാനിക്കുന്നത് എത്രമാത്രം എളുപ്പത്തിൽ അത് H+നെ ഡൊണേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഇലക്ട്രോൺ അപ്പോൾ ചോദിക്കട്ടെ, ഇവിടെ അങ്ങനെയാണെങ്കിൽ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ഇതിനുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്കിങ്ങനെ വരക്കാം. ഇതൊരു ഫിനോൾ, ഇവിടെ എവിടെയെങ്കിലും പൊസിഷനിലൊരു EWG ഗ്രൂപ്പ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇലക്ട്രോൺ ഇങ്ങോട്ട് പിടിച്ച് വലിക്കും. അങ്ങനെയാകുമ്പോൾ ഇവിടുന്ന് H+നെ റിമൂവ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. ദാറ്റ് ഈസ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഈസസ് ദ റിലീസ് ഓഫ് H+, ഹെൻസ് ഇറ്റ് ഇൻക്രീസസ് ദി ആസിഡിറ്റി എന്നാണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അതേസമയം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അതിൻ്റെ ആസിഡിറ്റി കുറക്കുകയും ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിനോൾ ഉണ്ട്, ഇതുണ്ട്. ഇപ്പം നോക്കാം നമുക്ക് ആദ്യം. ഇയാൾക്ക് റെസൊണൻസ് എഫക്റ്റ് ഒന്നുമില്ല, പക്ഷേ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ട്. അതൊരു +I എഫക്റ്റാണ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റാണ്. NO2 ഗ്രൂപ്പിന് -R ഉം -I ഉണ്ട്. പക്ഷേ NO2 ഗ്രൂപ്പ് ഇവിടെ മെറ്റാ പോർഷനിലാവുകൊണ്ട് -Iക്ക് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഇവിടെ NO2 ഗ്രൂപ്പ് പാരാ പോർഷനിലായതുകൊണ്ട് -Iക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, -R ഉണ്ട്. ദാറ്റ്ഫോർ ഇതിന് -I ഉം -R ഉള്ളതുകൊണ്ട് നല്ല ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ദാറ്റ്ഫോർ 1, 2, 3, 4 ആണെങ്കിൽ എനിക്ക് പറയാം 4 ഈസ് മോസ്റ്റ് ആസിഡിക്. ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ഈസ് വെരി മച്ച് ഹൈയർ ദെൻ 3 ആയിരിക്കും. കാരണം -I എഫക്റ്റ് NO2 ഗ്രൂപ്പിൻ്റെ -I എഫക്റ്റും ഈ ഫിനോളിൻ്റെ ആസിഡിറ്റി കൂട്ടും. ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റാണ്. -I ഉം -R ഉം ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. ഇവിടെ +I എഫക്റ്റാണ്, ഇവിടെ ഫിനോളാണ്. +I എഫക്റ്റ് ആസിഡിറ്റി കുറക്കുന്നവനാണ്. ഫിനോളാകുമ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും അവിടെ ഇല്ല. അങ്ങനെയാകുമ്പോൾ 1 ഹയർ ദാൻ 2 ആയിരിക്കും. കാരണം 2 ഏറ്റവും ആസിഡിറ്റി കുറവായിരിക്കും മിഥൈൽ ഗ്രൂപ്പിൻ്റെ +I എഫക്റ്റ് ഉള്ളതുകൊണ്ട്. ഇനി ഈ കേസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആകുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാലജനാണ്. ഹാലജൻ്റെ കേസിൽ ഇൻഡക്റ്റീവ് എഫക്റ്റിനാണ് റെസൊണൻസ് എഫക്റ്റിനേക്കാൾ ഇമ്പോർട്ടൻസ് കൂടുതൽ. അങ്ങനെയാകുമ്പോൾ ഇവിടെ -I എഫക്റ്റ് ഉണ്ട്, ഇവിടെയും -I എഫക്റ്റ് ഉണ്ട്, ഇവിടെയും -I എഫക്റ്റ് മാത്രമേ നമ്മൾ നോക്കേണ്ടുള്ളൂ. റെസൊണൻസ് എഫക്റ്റിനെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാകുമ്പോൾ എനിക്ക് പറയാം -I ഇവിടെ ഓർത്തോ പൊസിഷനിലാണ് നമ്മുടെ -I എഫക്റ്റുള്ള ഗ്രൂപ്പ് ക്ലോറിൻ അടുത്ത് കിടക്കുന്ന വെച്ച്. -I എഫക്റ്റ് എന്ന സംഭവം അതിൻ്റെ ഡിപ്പെൻഡ്സ് ഓൺ അതിൻ്റെ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദോഫോർ എനിക്ക് പറയാം ഇതാണ് ഏറ്റവും അടുത്ത് കിടക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇലക്ട്രോണെ പിടിച്ച് വലിക്കും. ഇതിനാണ് ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് വളരെ കൂടുതൽ. ദോഫോർ 1, 2, 3, 4 the first answer is goes to 3, then 4, then 2, then 1 ആയിരിക്കും. ഇനി ലാസ്റ്റ് വൺ മിഥൈൽ ഗ്രൂപ്പിന് +I എഫക്റ്റ്. NO2 -R ഉണ്ട്, -I രണ്ടും ഉണ്ട്. അവിടെ -R -I ഇവിടെയും ഉണ്ട്, -R ഇവിടെയും ഉണ്ട്. ഇവിടെ -I -R ഇവിടെയും -I അങ്ങനെയാകുമ്പോൾ ഇവിടെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ ഇതിൽ ഏറ്റവും ആസിഡിറ്റി ഉള്ളത് ഇതിന്. ഇപ്പോൾ 1, 2, 3, 4 ആണെങ്കിൽ 4 ഈസ് മോർ ആസിഡിക് ദെൻ 3 ആസിഡിക് ദെൻ 2 ആസിഡിക് ദെൻ 1. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും ഉണ്ട്. പക്ഷേ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയപ്പോൾ ഒഴിവാക്കാൻ വേണ്ടി തൽക്കാലത്ത് ഇപ്പോൾ നിർത്തുന്നു. ഞാൻ ഈ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റും കൂടി പഠിപ്പിച്ചതിന് ശേഷം ഇതൊക്കെ എല്ലാം കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒരു സെഷനിൽ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.